ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സ്കൂൾ കുട്ടികൾക്കുള്ള DIY ഓർഗനൈസേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. സ്റ്റഡി ടേബിളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയത് ഒരു ബുക്ക് ഹോൾഡർ ആയിരുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്റ്റേഷനറി ഹോൾഡറാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് എങ്ങനെയാണ് നല്ലൊരു ഭംഗിയുള്ള സ്റ്റേഷനറി ഹോൾഡർ ഉണ്ടാക്കാൻ നമുക്കൊന്ന് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. 2 തരത്തിലുള്ള സ്റ്റേഷനറി ഹോൾഡേഴ്സ് ആണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായത്, ഏത് മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയത് എന്നൊക്കെ നോക്കിയിട്ട് സ്യൂട്ടായത് നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ആദ്യത്തെ ഞാൻ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ബിസ്ക്കറ്റിൻ്റെ ബോക്സാണ്. ഈ പേപ്പർ ബോക്സ് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ നന്നായിട്ടൊന്ന് ഒട്ടിക്കുന്നുണ്ട്. സെല്ലോ ടേപ്പ് വെച്ച് നന്നായി ഒട്ടിക്കുന്നുണ്ട്. ഇനി ഇത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗം ഇത്തിരി വലുതും മറ്റേ ഭാഗം അതിനേക്കാളും കുറച്ച് ചെറുത്, വലിപ്പം കുറവ്, അങ്ങനെയാണ് ഞാൻ വെട്ടിയെടുത്തേക്കണേ കേട്ടോ. ഇനി നമുക്കിത് നല്ല പേപ്പർ, നല്ല ഭംഗിയുള്ള പേപ്പറൊക്കെ യൂസ് ചെയ്ത്, കളർ പേപ്പേഴ്സോ എന്തെങ്കിലും യൂസ് ചെയ്ത് നല്ല ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡിൽ പേപ്പർ എത്തിയിട്ടില്ല, പക്ഷെ അത് കുഴപ്പമില്ല. നമുക്ക് ഈ ഭാഗം മറ്റേ ബോക്സിനോട് കൂടി ചേർത്ത് ഒട്ടിക്കും. അപ്പോൾ ആ ഭാഗം കാണില്ലല്ലോ, അത് കാരണം കുഴപ്പമില്ല. അപ്പോൾ ഇതേപോലെ 2 ബോക്സും കൂടി ചേർത്ത് ഒട്ടിക്കുക. അങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്റ്റേഷനറി ഹോൾഡർ റെഡി ആയിട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. നിങ്ങൾക്കിനി സെയിം ബോക്സുകൾ വേറെ ഉണ്ടെങ്കിൽ ചേർത്തൊട്ടിച്ചിട്ട് 3 or 4 കള്ളികളാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. ഒന്നില്ലെങ്കിൽ നേരെ ചേർത്തൊട്ടിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും വരുന്ന രീതിയിൽ 4 കള്ളികളായിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇനി അടുത്ത സ്റ്റേഷനറി ഹോൾഡർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഈ തുറക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് 3ഉം ഞാൻ കട്ട് ചെയ്ത് കളയാണ്. ഇനി നമുക്കിതൊന്ന് പൊതിഞ്ഞെടുക്കാം. കളർ പേപ്പർ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ പേപ്പർ കപ്പാണ്. ഇത് നമുക്കിതിൽ ഇറക്കി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡ് ബോക്സിൽ കൊള്ളാവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ പേപ്പർ കപ്പുകളൊക്കെ ഒതുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും നീളത്തിലോ വലിപ്പത്തിലൊക്കെയുള്ള കാർഡ്ബോർഡ് ബോക്സ് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല സൗകര്യത്തിൽ നല്ല ഭംഗിയിൽ വെക്കാനായിട്ട് പറ്റും. അപ്പോൾ അടിഭാഗം പേപ്പർ കപ്പിൻ്റെ അടിഭാഗം അതിൽ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ അത് പോരില്ലല്ലോ. എന്നിട്ട് നമുക്കിതിൽ ഓരോരോ പേപ്പർ ഗ്ലാസ്സിലും ഓരോരോ ഐറ്റംസ് ആക്കിയിട്ട് നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം.
അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ 2 ഓർഗനൈസേഴ്സും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ടൈപ്പിലുള്ള ഓർഗനൈസേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അതുവരെ ബായ്.